ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ് റൂം. നമ്മൾ നേരത്തെ 4 ചാപ്റ്ററുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഇത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇക്കണോമിക് സോഴ്സസ് എന്നാണ്, അഥവാ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ ഇക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്നാണ് അതിൻ്റെ മലയാളം. നമ്മളൊക്കെ ജീവിക്കുന്നത് നിരവധി സാധന സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ? നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധന സേവനങ്ങൾ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ 2 വശം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ സാധന സേവനങ്ങളൊക്കെ ആരെ എവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. രണ്ടാമത്തത്, ഇത് വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് എവിടെ നിന്ന് കിട്ടി. അത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സാമ്പത്തിക പ്രവർത്തനം എന്നുള്ള ഒരു ആശയത്തെക്കുറിച്ച് കിട്ടും. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പൊതുവെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെയാണ് പൊതുവെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്, അല്ല? വീട്ടമ്മ ചെയ്യുന്ന ജോലി തൊഴിലായിട്ട് പരിഗണിക്കൂല. അതിൻ്റെ കാരണം എന്താ? വീട്ടമ്മയ്ക്ക് കൂലി കൊടുക്കുന്നില്ല. എന്നാൽ അതേ ജോലി വേലക്കാർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? തൊഴിലായിട്ട് പരിഗണിക്കും. കാരണം അവിടെ നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. നമ്മളൊക്കെ വീട്ടിലെ ഉപ്പയൊക്കെ അല്ല, രക്ഷിതാക്കളൊക്കെ ജോലിക്ക് പോവാറുണ്ട്. ജോലിക്ക് പോകുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? വരുമാനം കിട്ടുന്നത്. ആ വരുമാനം കൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ അതിന് 2 സൈഡുണ്ട്. എന്താണ്? ഒരു സൈഡിൽ അയാൾ തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ മറു സൈഡിൽ എന്താണ്? അയാൾ ചെയ്ത തൊഴിലിന് പ്രതിഫലമായി അയാൾക്ക് കൂലി, അയാളുടെ വേതനം അയാൾക്ക് ലഭിക്കുന്നു. ആ വരുമാനം കൊണ്ടാണ് സാധന സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇക്കണോമിക് സോഴ്സസ് വായിച്ച് നോക്കാം. യു മൈറ്റ് ഹാവ് ഹിയർഡ് ഓഫ് ദ പ്രോജക്റ്റ് സമ്പൂർണ്ണ. നിങ്ങൾ സമ്പൂർണ്ണ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. വിച്ച് കളക്ട് ആൻഡ് റെക്കോർഡ്സ് ഓൾ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു എവറി സ്റ്റുഡൻറ്റ് ഓഫ് എ സ്കൂൾ. സ്കൂളിലെ എല്ലാ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കും സമ്പൂർണ്ണ പദ്ധതി പ്രകാരം. ഗിവൺ ബിലോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് പേരൻസ് ഓക്യുപ്പേഷൻ റെക്കോർഡഡ് ബൈ ടീച്ചർ ആസ് എ പാർട്ട് ഓഫ് സമ്പൂർണ്ണ. സമ്പൂർണ്ണയുടെ ഭാഗമായി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിൻ്റെ തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ വിവരണം ഇവിടെ തന്നിരിക്കുന്നു. ഓക്യുപ്പേഷൻ എന്തൊക്കെ തൊഴിലുണ്ട്? ഫാമിംഗ്. ചില കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഫാമിംഗ് ആണ് തൊഴിൽ, അവർ കർഷകരാണ്. ദെൻ ചില കുട്ടികളുടെ രക്ഷിതാക്കളോ എംപ്ലോയിഡ് അറ്റ് ഹോട്ടലിൽ ജോലിക്കാരാണ്. ടീച്ചിങ്, അധ്യാപകരുണ്ട്. എംപ്ലോയിഡ് ഇൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ പല മേഖലയിലാണ് ആളുകൾ തൊഴിൽ ചെയ്യുന്നത്. റെഡി? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അല്ല? ഡോക്ടറുണ്ട്, അധ്യാപകരുണ്ട്, കർഷകരുണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്. ഇതിലൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. യു മേ ബി ഫെമിലിയർ വിത്ത് ഓൾ ദിസ് ഓക്യുപ്പേഷൻസ്. ദിസ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ തൊഴിലൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ല ഇതിനെക്കുറിച്ചൊക്കെ? കർഷകരുണ്ട്, അധ്യാപകരുണ്ട്, ഒക്കെ തൊഴിലാണ്. ഇതൊക്കെ എന്താണ്? ഇക്കണോമിക് ആക്ടിവിറ്റീസാണ്. ബിക്കോസ് എന്താ കാരണം? ദ ജനറേറ്റ് ഇൻകം. അവർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തൊഴിലുകളൊക്കെ എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് സാമ്പത്തിക പ്രവർത്തനം? വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. There may be many such economic activities around you. ഇതുപോലെ പല സാമ്പത്തിക പ്രവർത്തനങ്ങളും നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ഇല്ലേ? നിങ്ങളുടെ ചുറ്റുപാടിൽ നോക്കിയാൽ ചിലരെന്താണ്? കർഷകരാണ്,
ചിലരെന്താണ് ഡ്രൈവർമാരാണ്, ചിലരോ കച്ചവടം നടത്തുന്നവരാണ്. ഇങ്ങനെ പല തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവരാണ് നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ. ഓക്കെ, ഐഡൻറ്റിഫൈ ദസ് ആൻഡ് ആഡ് ടു ടേബിൾ 1. അങ്ങനെയുള്ള ആളുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യാനാണ്. ഇവിടെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫാമിംഗ്, എംപ്ലോയ്ഡ് അറ്റ് ഹോട്ടൽസ്, ടീച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക. among the some are related to agriculture sector. ഇതിൽ ചിലതൊക്കെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Analyzing the table, can you identify other sectors to which these activities are related? കൃഷി അല്ലാതെ വേറെ ഏത് മേഖലയിലൊക്കെയാണ് ഈ പ്രവർത്തനങ്ങളുള്ളത്? കൃഷി മാത്രമാണോ? ഇവിടെ എന്തുണ്ട്? ഫാക്ടറി ഉണ്ട്, അത് വ്യവസായ മേഖലയാണ് അല്ലേ. അതുപോലെ ഡോക്ടർ, അധ്യാപകരൊക്കെ ഉണ്ട്, അവരേത് മേഖലയാണ്? അവർ സേവന മേഖലയാണ്, സർവീസ് സെക്ടറാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ കൂടാതെ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മറ്റ് 2 മേഖലകളാണ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രിയൽ സെക്ടർ, മൂന്നാമത്തത് സർവീസ് സെക്ടർ. അപ്പോൾ 1 അഗ്രികൾച്ചറൽ സെക്ടർ, 2 ഇൻഡസ്ട്രിയൽ സെക്ടർ, 3 സർവീസ് സെക്ടർ. ഇങ്ങനെ 3 മേഖലയിലാണ് ആളുകൾ തൊഴിൽ ചെയ്യുന്നത്. നോക്കാം ഈ 3 മേഖലകൾ. 1 അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല, 2 ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല, 3 സർവീസ് സെക്ടർ, സേവന മേഖല. ആ 3നും മറ്റൊരു 3 പേരുണ്ട്. ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തത് കാർഷിക മേഖല എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല. മൂന്നാമത്തെ ടെർഷറി സെക്ടർ, സർവീസ് സെക്ടർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെർഷറി സെക്ടർ, തൃതീയ മേഖല. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. The sector involving activities making direct use of natural resources is called primary sector. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയെ പൊതുവെ പറയുന്ന പേരാണെന്ത്? പ്രൈമറി സെക്ടർ. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയെ പറയുന്ന പേരാണ് പ്രൈമറി സെക്ടർ. As activities related to agriculture form a major part of it. ഇങ്ങനെ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അഗ്രികൾച്ചർ, കൃഷിയാണ്. സോ ദി സെക്ടർ ഇസ് ആൾസോ കോൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഏതാണ്? അഗ്രികൾച്ചറാണ്. അതുകൊണ്ട് ഈ മേഖല എന്ത് പേരിൽ കൂടെ അറിയപ്പെടുന്നു? അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ, there are economic activities that manufacture goods making use of product of primary sector as the raw material. പ്രൈമറി സെക്ടറിലെ പ്രാഥമിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങളെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അസംസ്കൃത വസ്തുക്കളായി സ്വീകരിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ്, മാനുഫാക്ചറിങ് മേഖലയാണ് ഇത്. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി മറ്റു സാധനങ്ങൾ നിർമ്മിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആസ് ഇറ്റ് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് ഈ മേഖല എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നു. ദെൻ ഇനി മൂന്നാമത്തത് ടെർഷറി സെക്ടർ. അത് നോക്കുക. സർവീസ് സെക്ടർ കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. സർവീസ് സെക്ടർ അഥവാ ടെർഷറി സെക്ടർ എന്താ ചെയ്യുന്നത്? പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖല പ്രൈമറി സെക്കൻഡറി സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുകയും ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന മേഖലയാണ് ടെർഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദിസ്, ഈ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് വിതരണം ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്? സർവീസ് സെക്ടർ സർവീസ് സെക്ടറിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം,
ട്രാൻസ്പോർട്ട് ഗതാഗതം, ബാങ്കിങ്, IT ഈ മേഖലയൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ടെർഷറി സെക്ടറിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ടെർഷറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്, എല്ലാ സേവനങ്ങളും ഏതിലാണ് വരുന്നത്? ടെർഷറി സെക്ടറിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് സർവീസ് സെക്ടർ. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പ്രൈമറി സെക്ടറിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി സാധന സേവനങ്ങൾ നിർമ്മിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ. ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ടെർഷറി സെക്ടർ പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ശേഖരിക്കുകയും അതിനെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന മേഖലയാണ് ടെർഷറി സെക്ടർ. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? Is there any economic activity thus does not fall under the primary, secondary and tertiary sectors? Discuss. നിങ്ങൾ ചുറ്റുപാടിൽ ഇങ്ങനെ നോക്കിയിട്ട് ഓരോരുത്തരും ജോലി ചെയ്യുന്ന മേഖലകൾ ഇങ്ങനെ നോക്കിയാൽ ഈ 3 മേഖലയിൽ പെടാത്ത ഏതെങ്കിലും ഉണ്ടോ എന്നാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഈ 3 മേഖലയിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഏത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എടുത്താലും ഈ 3-ൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉൾപ്പെടും. അപ്പം നിങ്ങളിങ്ങനെ പരിശോധിച്ചിട്ട് ഇതിൽ 3-ലും ഉൾപ്പെടാത്ത ഏതെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞുതരാം അത് ഏതിലാണ് ഉൾപ്പെടാന്ന്. ഓക്കെ, 3 മേഖലയാണ് അല്ലേ? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഇനി ഇക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് വെൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടേഴ്സ് ഫങ്ഷൻ ആസ് എ ഹോൾ. 3 മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം, റോ കോട്ടൺ എ പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ. പരുത്തി എന്ന് പറയുന്നത് ഒരു പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമാണ്. ഈസ് എ റോ മെറ്റീരിയൽസ് ടു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അത് ടെക്സ്റ്റൈൽസ് വ്യവസായത്തിനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. The services of transport and communication are essential for supplying this product. ഈ സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണമെങ്കിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ വേണം. ആ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ടെർഷറി സെക്ടറാണ്, അഥവാ സർവീസ് സെക്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് 3ഉം കൂടെ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വസ്ത്രം കിട്ടുന്നത്. അപ്പം നമുക്ക് വസ്ത്രം വേണ്ടേ? നമ്മൾ എവിടെ ചെന്നിട്ടാണ് വസ്ത്രം എടുക്കുന്നത്? ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ടാണ് നമ്മൾ വസ്ത്രം എടുക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം പരുത്തി കർഷകൻ, അയാളൊരു പ്രൈമറി സെക്ടറാണ്, മണ്ണിനെ നേരിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ? മണ്ണിൻ്റെ ഫലഭൂഷ്ടി നേരിട്ട് ഉപയോഗിക്കുന്ന ആളാണ് കർഷകൻ. അപ്പോൾ കർഷകൻ ഒരു പ്രൈമറി സെക്ടറിലെ തൊഴിലാളിയാണ്. അദ്ദേഹം പരുത്തി കൃഷി ചെയ്യുന്നു. എന്നിട്ട് ആ പരുത്തി എവിടേക്ക് കൊടുക്കുന്നു? കോട്ടൺ മില്ലിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് അത് വസ്ത്രമാക്കി മാറ്റുന്നു. വസ്ത്രമാക്കി മാറ്റിയിട്ട് അതെന്ത് ചെയ്യുന്നു? ടെക്സ്റ്റൈൽസിലെത്തിക്കുന്നു. ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മളത് വാങ്ങിക്കുന്നു. അപ്പോൾ ഇതിൽ പരുത്തി കർഷകൻ ഒരു പ്രൈമറി സെക്ടറിലുള്ള ആളാണ്. ദെൻ കോട്ടൺ മില്ല് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടറാണ്, അതൊരു ഫാക്ടറിയാണ്, അത് സെക്കൻഡറി സെക്ടറാണ്. ദെൻ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന കേന്ദ്രമാണ്, വിതരണ കേന്ദ്രമാണ്. അവിടെ എന്താണ്? അത് ടെർഷറി സെക്ടറാണ്. നിങ്ങളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക, ടെർഷറി സെക്ടറിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഉള്ള സാധനങ്ങൾ വിതരണം ചെയ്യുക മാത്രമേ നടത്തുന്നുള്ളൂ. പ്രൈമറിയിലും സെക്കൻഡറിയിലുമാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 3 മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വസ്ത്രം എന്നുള്ളത് കിട്ടുന്നത് അല്ലേ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രം നോക്കുക. ആദ്യം പരുത്തി കർഷകൻ, അയാൾ കൃഷി ചെയ്ത് പരുത്തി ഉണ്ടാക്കുന്നു. അയാൾ ഏത് മേഖലയിലുള്ള തൊഴിലാളിയാണ്? പ്രൈമറി സെക്ടറിലുള്ള തൊഴിലാളിയാണ് പരുത്തി കർഷകൻ. അയാൾ പരുത്തി ഉണ്ടാക്കിയിട്ട് എവിടേക്കാണ് കൊടുക്കുന്നത്? സെക്കൻഡറി സെക്ടർ. എന്താണ്? വസ്ത്രനിർമ്മാണ യൂണിറ്റാണത്, ടെക്സ്റ്റൈൽസ് മില്ലാണ് അത്. അപ്പോൾ വസ്ത്രനിർമ്മാണ യൂണിറ്റിലേക്ക് ആ പരുത്തി കൊടുക്കുന്നു. അവിടുന്ന് ആ പരുത്തി എന്ത് ചെയ്യുന്നു? വസ്ത്രമാക്കി മാറ്റിയിട്ട് അവരെവിടേക്ക് കൊടുക്കുന്നു? ടെക്സ്റ്റൈൽസിലേക്ക് കൊടുക്കുന്നു. ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ടെർഷറി സെക്ടറാണ്, വിതരണ യൂണിറ്റാണ്. ഓക്കെ, ദെൻ ടെർഷറി സെക്ടറിൽ നിന്ന് ഈ പരുത്തി കർഷകൻ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങിക്കുന്നു. അപ്പോൾ അയാൾ പരുത്തി കൃഷി ചെയ്ത് ആ പരുത്തി വസ്ത്രനിർമ്മാണ യൂണിറ്റിലേക്ക് കൊടുത്ത് അവരത് വസ്ത്രമാക്കി വിതരണ യൂണിറ്റിലേക്ക് കൊടുത്ത് വിതരണ യൂണിറ്റിൽ നിന്ന് അയാളത് വാങ്ങിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ?
അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 3 മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സാധന സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നത്. ആ സാധന സേവനങ്ങൾ വാങ്ങാനുള്ള വരുമാനവും നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, നമുക്കിത് വായിച്ചു. You may find out another example showing interrelationship between the sectors. ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ് പരുത്തി കർഷകൻ്റെത്. ഇതുപോലെ നിങ്ങൾക്ക് വേറെയും ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ലേ? ഞാൻ തന്നെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഒരു ഗോതമ്പ് കർഷകൻ, ആ ഗോതമ്പ് കർഷകൻ ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ബ്രെഡ് കമ്പനിയിലേക്ക് കൊടുക്കുന്നു. ബ്രെഡ് കമ്പനി ആ ഗോതമ്പ് വാങ്ങിയിട്ട് അതിലേക്ക് വേറെ സാധനങ്ങളൊക്കെ കൂട്ടി അത് ബ്രെഡാക്കുന്നു. എന്നിട്ട് അത് എവിടേക്ക് കൊടുക്കുന്നു? വിതരണം ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു. അവിടെ കർഷകൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അയാൾക്ക് ആവശ്യമുള്ള ബ്രെഡ് വാങ്ങിക്കുന്നു. ഒരു റൊട്ടേഷനില്ല. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുഭാഗത്തും പലതരത്തിലുള്ള ഇത്തരം ചെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO has classified the economic activities included in the primary, secondary and tertiary sectors. CSO ആണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അവരെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മേഖലയും എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളെയും ഈ 3 മേഖലകളിലാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. നോക്ക് അതിലേതൊക്കെയാണ് വരുന്നത് നോക്ക്. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖലയിൽ എന്തൊക്കെ വരുന്നു? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ദെൻ ഫോറസ്ട്രി അല്ലേ, വനം. ദെൻ ഫിഷിംഗ്, മത്സ്യബന്ധനം, മൈനിങ്, ഖനനം, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രൈമറി സെക്ടറിൽ, പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ കർഷകർ പ്രാഥമിക മേഖലയിലാണ്. അതുപോലെ തന്നെ മരം ഉപയോഗിക്കുന്ന ആളുകൾ, മരം മുറിച്ച് വെക്കുന്ന ആളുകൾ പ്രാഥമിക മേഖലയിലുള്ളതാണ്. ഫിഷിംഗ്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ. മൈനിങ്, പാറ പൊട്ടിക്കുന്നതോ ഭൂമിയിൽ എന്തെങ്കിലും കുഴിച്ചെടുക്കുന്നതോ ഒക്കെ എന്താണ്? പ്രൈമറി സെക്ടർ. ഇനി സെക്കൻഡറി സെക്ടർ, ഇൻഡസ്ട്രി, വ്യവസായം. ഒരുപാട് വ്യവസായങ്ങളുണ്ട് അല്ലേ? സിമൻറ്റ് വ്യവസായമുണ്ട്, ബ്രെഡ് വ്യവസായമുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പല സാധനങ്ങളുണ്ട്, ബാഗ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ പല സാധനങ്ങളും പല വ്യവസായ യൂണിറ്റിൽ നിന്ന് വന്നതാണ്. അപ്പോൾ വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സെക്ടറാണ്. ദെൻ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കറണ്ട്, വൈദ്യുതിയുടെ ഉൽപ്പാദനം, അത് സെക്കൻഡറി സെക്ടറാണ് അല്ലേ? വെള്ളം എന്നുള്ളത് പ്രൈമറി സെക്ടറിലുള്ളതാണ്. വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ളതാണ്. പെട്രോൾ കുഴിച്ചെടുക്കുന്നത് പ്രൈമറി സെക്ടറാണ്. എന്നാൽ പെട്രോളിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത് എന്താണ്? സെക്കൻഡറി സെക്ടറാണ്. ദെൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എന്താണ്? കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങൾക്ക് അറിയാം, കെട്ടിട നിർമ്മാണം, അത് ഏതിൽ പെടുന്നതാണ്? സെക്കൻഡറി സെക്ടറിൽ പെടുന്നതാണ്. കാരണം അതിന് വേണ്ട വസ്തുക്കളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ്? നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്നതാണ്. കല്ല് വേണം, കല്ലെടുക്കുന്നത് പ്രൈമറി സെക്ടറിൽ നിന്നാണ്. അതുപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എന്താണ്? സെക്കൻഡറി സെക്ടറാണ്. ദെൻ ടെർഷ്യറി സെക്ടർ, സേവന മേഖലയിൽ എന്തൊക്കെ പെടുന്നു? ട്രേഡ്, വ്യാപാരം, ട്രാൻസ്പോർട്ട്, ഗതാഗതം, ഹോട്ടൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭരണം, ഭക്ഷ്യസാധനങ്ങളൊക്കെ സംഭരിച്ച് വയ്ക്കുന്നത്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്? ഈ ടെർഷ്യറി സെക്ടറിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3 മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ പ്രൈമറി സെക്ടറാണ്. ദെൻ വ്യവസായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സെക്കൻഡറി സെക്ടറാണ്. എല്ലാ സേവന പ്രവർത്തനങ്ങളും ഏതിൽ വരുന്നതാണ്? ടെർഷ്യറി സെക്ടറിൽ വരുന്നതാണ്. ഇനി ഇവിടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO, an institution that works under the Ministry of Statistics and Program Implementation. കേന്ദ്ര മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് CSO. അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, കോർഡിനേറ്റ് ആൻഡ് അനാലിസിസ് ഡാറ്റ, ദത്തങ്ങൾ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഫങ്ഷനാണ്. ദെൻ കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിങ് പർപ്പസ്. എല്ലാവിധ ഡാറ്റകളും കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് ആസൂത്രണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡാറ്റ, ആ ഡാറ്റയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുക.
അപ്പോൾ നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? CSO. ഒരു സ്ഥാപനമാണ് CSO എന്ന് പറയുന്നത്. ഡാറ്റ ശേഖരിക്കുന്നതും അത് ക്രോഡീകരിക്കുന്നതും അതുപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നതും ആസൂത്രണത്തിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ ആരാണ്? CSO ആണ്. ഓക്കെ. ദെൻ ക്ലാസിഫൈ ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് റിവൈസ്ഡ് ടേബിൾ 1 ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഇതിൽ ടേബിൾ 1 തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് നമ്മൾ ടേബിൾ 1 കുറേ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫാമിംഗ്, എംപ്ലോയ്ഡ് അറ്റ് ഹോട്ടൽസ്, ടീച്ചിങ്, എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറീസ്, ഗവൺമെൻറ് സർവീസ്, മെഡിക്കൽ ഫീൽഡൊക്കെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിളിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് ഒരു 3 കോളം തന്നിട്ടുണ്ട്. 3 കോളത്തിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അപ്പോൾ അതിൽ പ്രൈമറി സെക്ടറിലുള്ളത് നമ്മൾ പ്രൈമറി സെക്ടറിലേക്ക് എഴുതണം, സെക്കൻഡറി സെക്ടറിലുള്ളത് സെക്കൻഡറിയിലേക്ക്, ടെർഷ്യറിയിലുള്ളത് ടെർഷ്യറിയിലേക്ക് എഴുതണം. അഡീഷണൽ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെയാണ് അതിലേക്ക് അഡീഷണൽ വേണ്ടത് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നോക്ക് നമ്മൾ നെക്സ്റ്റ് സബ്ഹെഡിങ്, സെക്ടേഴ്സ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ മേഖലയും അതിലുള്ള തൊഴിലവസരങ്ങളും. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഓരോ മേഖലയും അതിലുള്ള തൊഴിലവസരങ്ങളുമാണ് അടുത്ത് പറയുന്നത്. നോക്കാം. എവരി ഓക്യുപ്പേഷൻ ഇൻ അവർ കൺട്രി ഫാൾസ് അണ്ടർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തൊഴിലും ഈ 3 ഏതെങ്കിലും ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു മേഖലയിൽ ഉൾപ്പെടും. നമ്മളൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിൽ ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉൾപ്പെടും. ഇൻ ഇന്ത്യ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് വാരീസ്. ഓരോ മേഖലയിലുമുള്ള തൊഴിലവസരങ്ങൾ വ്യത്യാസമുണ്ട്. എല്ലാ മേഖലയിലും ഒരേപോലെ അല്ല തൊഴിലവസരങ്ങളുള്ളത്. ചില മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നുണ്ട്, ചില മേഖലയിൽ കുറച്ച് ആളുകൾക്കാണ് തൊഴിലവസരം ലഭിക്കുന്നത്. അപ്പോൾ അത് വാരീസ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. You can find an increased access to employment in some sectors while it is not so in other sectors. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങളുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് കുറച്ചുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ. ഫസ്റ്റ് പ്രൈമറി സെക്ടർ. 1993 പ്രൈമറി സെക്ടറിൽ അഥവാ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ എത്ര ഉണ്ടായിരുന്നു? 64.9% തൊഴിലാളികൾ പ്രൈമറി സെക്ടറിലായിരുന്നു. 2011 ആയപ്പോഴേക്ക് അത് എത്രയായിട്ട് കുറഞ്ഞു? 53.2 കുറഞ്ഞു. ദെൻ സെക്കൻഡറി സെക്ടർ 1993 14.2% ആളുകൾ സെക്കൻഡറി സെക്ടറിലായിരുന്നു. 2011 അത് എത്രയായി? 21.5 കൂടി. ടെർഷ്യറി സെക്ടർ തൃതീയ മേഖലയിൽ 1993 20.9% ആളുകൾ ടെർഷ്യറി സെക്ടറിലായിരുന്നു. ദെൻ ഇപ്പോൾ അത് എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? 2011 അത് എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? 25.3 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. എന്തൊക്കെയാണ് നിഗമനം? ഒന്ന്, കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, എന്നാൽ വ്യവസായ സേവന മേഖലയിലൊക്കെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നെന്താണ്? ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള മേഖല ഏതുതന്നെയാണ്? 53.2% ഇപ്പോഴും എവിടെ തന്നെയാണ്? കാർഷിക മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ദെൻ ഇന്ത്യയിൽ വലിയ പുരോഗതിയുള്ള 2 മേഖലകളാണ് ഇതൊക്കെ, സെക്കൻഡറിയും അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടറും. അപ്പോൾ ഇവിടെ സൂചന കൊടുത്തിട്ടുണ്ട്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ടേബിൾ വിശകലനം ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഏത് മേഖലയാണ് ഏറ്റവും ഉയർന്ന പ്രവണത കാണിക്കുന്നത്? ഏതിലാണ്? തൊഴിൽ ലഭ്യതയിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച കാണിക്കുന്ന മേഖല ഏതാണ്? അതേതാണ്? സെക്കൻഡറി സെക്ടറാണ്. 14 നിന്ന് എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? 21.5 അത് കൂടിയിട്ടുണ്ട്. ദെൻ വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരിയഡ്. എല്ലാ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത മേഖല ഏത് തന്നെയാണ്? കാർഷിക മേഖലയാണ്. 64 ഇപ്പോഴെത്ര തന്നെയുണ്ട്? 53.2 ഉണ്ട്. ദെൻ
How much is the employment availability in primary sector greater than that of other two sectors in 2011? How much is the employment availability in primary sector? പ്രാഥമിക മേഖലയിലുള്ള തൊഴിൽ ലഭ്യത എത്രത്തോളമുണ്ട്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അതർ ടു സെക്ടേഴ്സ്. മറ്റു രണ്ട് മേഖലയേക്കാളും എത്രത്തോളമുണ്ട്? മറ്റു രണ്ട് മേഖലയിൽ 21-25 ഉള്ളൂ. ഇപ്പം പ്രൈമറി സെക്ടറിൽ എത്രയുണ്ട്? 53 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ 46-47 വരുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എവിടെയുണ്ട്? പ്രൈമറി സെക്ടറിൽ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് പ്രൈമറി സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ അതർ സെക്ടേഴ്സ്. എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രൈമറി സെക്ടറിലാണ് കൂടുതൽ തൊഴിലവസരങ്ങളുള്ളത്. ഹിയർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഗിവ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അഗ്രികൾച്ചറും അതുപോലെ തന്നെ അഗ്രികൾച്ചർ അനുബന്ധ പ്രവർത്തനങ്ങളും പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഫുഡ് റിക്വയർമെൻറ്റ് ഓഫ് അവർ കൺട്രി സാറ്റിസ്ഫൈ ബൈ പ്രൈമറി സെക്ടർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യ ആവശ്യം നിർവഹിക്കപ്പെടുന്നത് ഏത് മേഖലയിലൂടെയാണ്? പ്രൈമറി സെക്ടറിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പ്രധാനമായും പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ, ഈ 3 മേഖലകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതിന് നിങ്ങളൊരു വർക്ക് ചെയ്യണം. എന്താണ് വർക്ക്? 3 കോളമാക്കി ചെയ്തിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി 3 കോളമാക്കി ചെയ്യുക. ഓരോന്നിനും ഒരു 10 വീതം ഉദാഹരണം എഴുതണം. പ്രൈമറി സെക്ടറിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു 10 ഉദാഹരണം, അതുപോലെ സെക്കൻഡറി സെക്ടറിൽ ഒരു 10 ഉദാഹരണം, ടെർഷ്യറി സെക്ടറിൽ 10 ഉദാഹരണം. കുറേ ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? ഹോട്ടൽ, പിന്നെ ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി, അങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 10 വീതം വെച്ചിട്ട് നിങ്ങൾ എഴുതി വിട്ട് തരിക എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക്. ഓക്കെ.